ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ജലജയുടെ മകൾ അവന്തിക എത്തിയിരിക്കുകയാണ്. അവന്തികയാണെങ്കിൽ അച്ഛൻ നാഗേന്ദ്രയുടെ കൂടെയാണ് കേട്ടോ. എൻ ജ്വല്ലറിയുടെ MD ആണ് അവന്തികയുടെ അച്ഛൻ നാഗേന്ദ്ര. അങ്ങനെ നാഗേന്ദ്രയും അവന്തികയും കൂടി ചേർന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അനന്തപുരിയിലെ നല്ല കുട്ടിയായിട്ട് തന്നെ അവന്തിക നിന്ന് എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റിയതിന് ശേഷം പതുക്കെ പതുക്കെ കയറി മൂർത്തീസ് ജ്വല്ലറിയിലെ രഹസ്യങ്ങളൊക്കെ ചോർത്തി മൂർത്തീസ് ജ്വല്ലറിയെ തകർത്ത് ഇല്ലാതാക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് അവന്തിക ശ്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു കേട്ടോ. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ദേവയാനിയുടെയും ഒക്കെ പ്രീതി പിടിച്ചു പറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഇനി അവന്തിക ജ്വല്ലറിയിലൊക്കെ കയറി പറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നയനയ്ക്ക് ഒരു പണി കൂടി കൊടുക്കുകയാണ് അവന്തിക. എന്താണെന്ന് വെച്ചാൽ മൂർത്തീസ് ജ്വല്ലറിയിൽ ഒരു വലിയ ഓർഡർ വരികയാണ്. ഒരു ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് സ്വർണത്തിൻ്റെ കിരീടവും അതുപോലെ ആഭരണങ്ങളും ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഏറ്റവും നല്ല ഡിസൈൻസ് ആയിരിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ നയനെ അത് ഡിസൈൻ ചെയ്ത് ലോക്കറിൽ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ പിറ്റേ ദിവസം അത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ നമ്മുടെ അവന്തികയും അതുപോലെ തന്നെ നാഗേന്ദ്രയും ഒക്കെയാണ് കേട്ടോ. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ ഒന്ന് ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദർശും മുത്തശ്ശനും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നമ്മുടെ ജ്വല്ലറി ഇപ്പം ഒരുപാട് താഴേക്കാണ് മുത്തശ്ശ പോയിക്കൊണ്ടിരിക്കുന്നത്. AN ജ്വല്ലറിക്കാർ എല്ലാ വശത്തും നല്ല പണിയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ദുബായിൽ അവർ ഒരുപാട് പണി തന്ന് നമ്മുടെ ജ്വല്ലറി ആകെ മൊത്തം കൊളാക്കിയിട്ടിരിക്കുകയാണ്. നാട്ടിലും ഇപ്പം അങ്ങനെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നവ്യ അവരുടെ കൂടെ ഡിസൈനറായിട്ട് മോഡലായിട്ട് പോയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് അവർക്കൊരു പ്ലസ് പോയിൻ്റാണ്. അനന്തപുരിയിലെ കൊച്ചുമോളാണ് നവ്യ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അങ്ങനെ വച്ചിട്ട് തന്നെയാണ് അവർ പരസ്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നവ്യയെ വെച്ചുകൂടി അവർ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജ്വല്ലറിക്ക് സെയിലൊക്കെ കുറച്ച് കുറവാണ്, എല്ലാം ഡള്ളായി വരികയാണെന്ന് പറയുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, സാരില്ല, ഇതിലും വലിയ തകർച്ചയിൽ നിന്നൊക്കെ നമ്മൾ കരകയറിയിട്ടുള്ളതാണ്. ആദർശേ, നീ കുറച്ചുകൂടി കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വയ്ക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പുരോഗതിയിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, കുറച്ചധികം ഇതൊക്കെ വരുന്നുണ്ട്, കൊട്ടേഷൻസൊക്കെ കിട്ടുന്നുണ്ട് പുതിയ ഡിസൈൻസിനൊക്കെ ആയിട്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കയറി വരുമെന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനിയിപ്പം അടുത്ത വിഷുവിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചധികം ആഭരണങ്ങളൊക്കെ ഡിസൈൻ ചെയ്യേണ്ടി വരുമല്ലോ. അതിനൊക്കെ നയന മോളെ തന്നെ നമ്മൾ ആശ്രയിച്ചിട്ട് കാര്യമില്ല. നയന മോൾ ഈ അവസ്ഥയിൽ ഇരിക്കുമ്പം ഒരുപാടൊന്നും സ്ട്രെയിൻ അവൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല. അത്യാവശ്യം എല്ലാം നേതൃത്വം കൊടുത്താൽ മതി. ഒരു നല്ല ഡിസൈനറെ കൂടി കണ്ടെത്തി നമുക്ക് ജ്വല്ലറിയിൽ കൂടുതൽ ഡിസൈൻസ് കൊണ്ടുവരണമെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതും ഞാൻ മുത്തശ്ശനോട് പറയാനിരിക്കുകയായിരുന്നു. നയനയെ കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും നടക്കില്ല ഈ സമയത്ത്. നയന എല്ലാത്തിനും ഒരു നേതൃത്വം കൊടുക്കട്ടെ, ഒരാളെ കൂടി ഡിസൈനറായിട്ട് നമുക്ക് വയ്ക്കാമെന്ന് പറയാം. അങ്ങനെ മുത്തശ്ശൻ എല്ലാ ഐഡിയയൊക്കെ ആദർശന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ തന്നെ പറയുന്നുണ്ട്, ആദർശേ, അവന്തിക കൂടി വന്നിട്ടുണ്ട് നമ്മുടെ ജ്വല്ലറിയിൽ ട്രെയിനി ആയിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ആ കുട്ടി. അങ്ങനെ അവന്തിക കൂടെ നിൽക്കുമ്പം നിനക്കൊരു സഹായമാകും. കാര്യങ്ങളൊക്കെ അവന്തികയ്ക്ക് പറഞ്ഞു കൊടുക്കുക, അത് നിന്നെ ഹെൽപ്പ് ചെയ്യുക തന്നെ ചെയ്യും. വിദേശത്തൊക്കെ പോയി പഠിച്ച കുട്ടിയല്ലേ. അതുപോലെ ജലജയുടെയും അബിയുടെയും സ്വഭാവമൊന്നുമല്ല ആ കുട്ടിക്കുള്ളത്. വളരെ മാന്യമായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് നീ അവന്തിയെ കൂടി എല്ലാ കാര്യങ്ങൾക്കും കൂട്ടണമെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ അവന്തിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല ഒരു ഓഫർ കിട്ടുകയാണ് മൂർത്തീസ് ജ്വല്ലറിക്ക്. എന്താണെന്ന് വെച്ചാൽ ഒരു സൗത്ത് ഇന്ത്യയിലെ ഒരു വലിയ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു സ്വർണത്തിൻ്റെ കിരീടവും അതുപോലെ തന്നെ കുറച്ച് ആഭരണങ്ങളും മാലകളും വളകളും ഒക്കെ ദേവിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു കൊട്ടേഷൻ കിട്ടുകയാണ്. അങ്ങനെ ഈ കൊട്ടേഷൻ കിട്ടുമ്പോൾ തന്നെ കോടികളുടെ വരുമാനമാണ് കേട്ടോ മൂർത്തീസ് ജ്വല്ലറിക്ക് ഉണ്ടാകാൻ പോകുന്നത്. അത് കിട്ടുമ്പോൾ തന്നെ ആദർശന് ഭയങ്കര സന്തോഷമാവുക. ആദർശ് ആ വിവരം മുത്തശ്ശനോട് പറയുന്നുണ്ട്. മുത്തശ്ശ, അതേ ഇങ്ങനെ ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്, അവർ നേരിട്ട് വന്ന് എന്നെ കണ്ട് സംസാരിച്ചിരുന്നു. അവർക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് ചെയ്തു കൊടുക്കണം. ഒരു വലിയ പ്രോജക്റ്റ് തന്നെയാണ്. സ്വർണത്തിൻ്റെ ഒരു വലിയ കിരീടം അത് ദേവിക്ക് വയ്ക്കാൻ നല്ല പ്രൗഢിയോടെ വെറൈറ്റി ഡിസൈൻ ആണെങ്കിൽ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ മാലകളും ഒക്കെ വജ്രം പതിപ്പിച്ച മാലകളാണ് അവർക്ക് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പം ആദർശ് പറയുന്നുണ്ട്, AN ജ്വല്ലറിക്കാരും അത് ചെയ്യുന്നുണ്ട്, അവരും കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെക്കാളും നല്ല ഡിസൈൻ അവരുടെ ആണെങ്കിൽ അവർക്കേ അത് കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്ത് വിട്ടുവീഴ്ച ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, ഈ കൊട്ടേഷൻ നമുക്ക് തന്നെ പിടിക്കണം, അത് നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നല്ല ഡിസൈനുകളൊക്കെ ചെയ്യാം, നയനയല്ലേ നമ്മുടെ കൂടെയുള്ളത്, നയന ചെയ്യുന്ന ഡിസൈനുകളൊന്നും മോശമാവാൻ സാധ്യതയില്ല. പിന്നെ ആ ഡിസൈൻസൊക്കെ അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ
അവർ ആഭരണങ്ങൾ ഉണ്ടാക്കിക്കോളാൻ പറയും. അങ്ങനെ ഉണ്ടാക്കി ആ ദിവസത്തിനുള്ളിൽ തന്നെ കൊടുത്താൽ കോടികളുടെ ലാഭമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ലാഭം മാത്രമല്ല മുത്തശ്ശ, ജ്വല്ലറിക്കാരുടെ മുമ്പിൽ നമുക്കൊന്ന് തല ഉയർത്തി നിൽക്കാനും പറ്റുമെന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ജ്വല്ലറിക്കാരുടെ മുമ്പിൽ തോറ്റു പോകാതിരിക്കാൻ വേണ്ടി നമ്മളിതൊക്കെ ചെയ്യണമെന്ന് പറയണം. അങ്ങനെ ആദർശ് നയനയെ കണ്ട് സംസാരിക്കുക. എന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, നയനെ, നിന്നോടിപ്പോൾ ഈ അവസ്ഥയിൽ ഇത്രയും വലിയൊരു ഭാരം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിനക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നീ ഒന്ന് ശ്രമിക്കണം എന്ന് ഞാൻ പറയാം. ഇനിയിപ്പം നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറൊരു നല്ല ഡിസൈനറെ കണ്ടെത്തി നമുക്ക് അയാളെ പണി ഏൽപ്പിക്കാമെന്ന് പറയാണ്. അപ്പം നയനെ ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടാന്ന് ചോദിക്കുക. അപ്പോൾ ഇതുപോലൊരു ക്ഷേത്രത്തിലെ കിരീടവും അതുപോലെ ആഭരണങ്ങളും ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്? നമ്മുടെ ഡിസൈൻസൊക്കെ അവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവരത് തരുള്ളൂ എന്ന് പറയാം. ജ്വല്ലറിക്കാരും നമ്മുടെ ഒപ്പമുണ്ട്, നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയാണ്. പിന്നെ ഈ കൊട്ടേഷൻ കിട്ടിയാൽ നമുക്ക് കോടികളുടെ ലാഭവും ഉണ്ടാവുമെന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അതിനെന്താ ആദർശേട്ടാ, ഞാൻ ചെയ്യാമല്ലോ എന്ന് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിനക്ക് തന്നെ പറ്റുമോ നയനെ ഈ അവസ്ഥയിലെന്ന് പറയുമ്പോൾ നയന പറയുക, ഇതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമല്ലേ, ഒരുപാട് ടെൻഷനൊന്നും ഇല്ലാത്ത ഒരു കാര്യം. ദേവിക്ക് വേണ്ടി ഈ സമയത്ത് കിരീടവും ആഭരണങ്ങളും ഒക്കെ ഉണ്ടാക്കാനും അത് ഡിസൈൻ ചെയ്യാനും ഒക്കെ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ ആദർശേട്ടാ. ഞാൻ തന്നെ തീർച്ചയായിട്ടും ഇത് ചെയ്യും, എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ തന്നെ ചെയ്യുമെന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല വിശ്വാസമുണ്ട്, നയന ചെയ്താൽ എന്തായാലും അത് അവർക്ക് ഇഷ്ടപ്പെടും, നല്ല ഡിസൈനുകളല്ലേ നീ ചെയ്യുന്നതെന്ന് ചോദിക്കുക. അങ്ങനെ ആ ദിവസം എത്തുകയാണ്. അപ്പോൾ അവർക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാറാകുകയാണ്. ആ സമയത്ത് നയനയോട് പറയുന്നുണ്ട് ആദർശ, നീ കുറച്ച് സമയം ഓഫീസിലും ബാക്കി സമയം വീട്ടിലും ഒക്കെ ഇരുന്ന് ചെയ്താൽ മതി, അല്ലാതെ ഓഫീസിൽ തന്നെ വന്ന് ഇരുന്ന് ചെയ്യണമെന്നില്ല എന്ന് പറയാം. അങ്ങനെ നയന ഓഫീസിലും ചെന്ന് വീട്ടിൽ ഇരുന്നൊക്കെ ചെയ്യാണ്. ഒരുപാട് ഡിസൈനുകളൊക്കെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. രാത്രിയിലൊക്കെ ഉറക്കം ഒഴിച്ചിരുന്ന് ഡിസൈനുകളൊക്കെ വരച്ച് ആദർശിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇതെല്ലാം ഒന്നിനൊന്നിന് മെച്ചമാണ്, ഇതിലേതാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത്, ഏതാണ് ബെറ്റർ എന്ന് വെച്ചാൽ അങ്ങനെ ആവണം, ഒരിക്കലും ഇത് മോശമാകാൻ പാടില്ല, ഒരു ക്ഷേത്രത്തിലേക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ രാത്രിയിലൊക്കെ കുറച്ച് ദിവസങ്ങൾ 3-4 ദിവസം ഉറക്കം ഒഴിച്ചിരുന്ന് നയന ഈ ഡിസൈനുകൾ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആദർശ് രാത്രിയിൽ നയനയ്ക്ക് ചായയൊക്കെ ഇട്ട് കൊടുക്കുകയും ഉറങ്ങാതെ ആദർശം കൂടെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഡിസൈനുകളുടെ പണി പൂർത്തിയാകാണ്. പണിയല്ല, ഡിസൈൻസ് വരച്ച് പൂർത്തിയാകാണ്. ആ വരച്ചതിന് ശേഷം മുത്തച്ഛനെ കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ ആദർശും നയനയും കൂടി. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത് കൊള്ളാമല്ലോ, നല്ല അടിപൊളി ഡിസൈനുകളാണ് എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് ഈ കൊട്ടേഷൻ തന്നെ കിട്ടും, കുറച്ച് റേറ്റ് കുറച്ചിട്ടാണെങ്കിലും നമുക്കിത് പിടിക്കണം, കാരണം ജ്വല്ലറിക്കാർ ഇത് നമ്മളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ നോക്കിയിരിക്കുകയാണ്, അവർക്കിതൊരു തോൽവി തന്നെ ആയിരിക്കണം എന്ന് മുത്തശ്ശൻ പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതേ മുത്തശ്ശ, ബിസിനസ്സിൻ്റെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതൊക്കെ നല്ല കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിച്ച് വെക്കണം, ഈ ഡിസൈനുകളൊന്നും പുറത്തു പോകാൻ പാടില്ല, അങ്ങനെ അവരുടെ കയ്യിലോ മറ്റാരുടെയെങ്കിലും കയ്യിലോ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമാവും, നമ്മുടെ ചുറ്റും നമ്മളെ ചതിക്കാനുള്ള ആളുകൾ തന്നെയാണ് കൂടെയുള്ളതെന്ന് പറയാണ്. ഇല്ല മുത്തശ്ശൻ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്തോളാമെന്ന് ആദർശും നയനിയും പറയാം. അതേസമയം ഈ സംഭാഷണമൊക്കെ കേട്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ് അവന്തിക മനസ്സിലോർക്കുക, അവളുടെ ഡിസൈനുകളൊന്ന് കാണാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ആ ഡിസൈനുകളൊക്കെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഇത് ജ്വല്ലറിക്കാർക്ക് ചോർത്തി കൊടുക്കായിരുന്നു, അതിൻ്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും സാധിക്കുന്നില്ല അവന്തികയെ കൊണ്ട്. അങ്ങനെ അവന്തിക ആദർശിൻ്റെയും നയനയുടെയും അടുത്തേക്ക് എത്തുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആ കൊട്ടേഷൻ്റെ കാര്യം എന്തായി ആദർശേട്ടാ, അതിന് വേണ്ടിയിട്ടുള്ള ഡിസൈനുകളൊക്കെ തയ്യാറാക്കിയോ നയനേച്ചി എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഏകദേശം ആ ഡിസൈനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയാം. അപ്പം ഉടനെ തന്നെ അവന്തിക പറയാം, അയ്യോ അതൊന്ന് കാണാൻ കിട്ടിയിരുന്നെങ്കിൽ, ഞാൻ നയനേച്ചിയുടെ ഡിസൈൻസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ഏറ്റവും നല്ല ഡിസൈനറാണെന്നുള്ള അവാർഡ് വരെ കിട്ടിയ ആളല്ലേ, അതുകൊണ്ട് നയനേച്ചി ചെയ്ത ഈ ഡിസൈൻ ഒന്ന് കാണാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയണം. അപ്പോൾ ഉടനെ നയന പറയാം, അയ്യോ അവന്തികെ, അത് ഞങ്ങൾ ലോക്കറിൽ വെച്ച് പൂട്ടിയല്ലോ, മുത്തശ്ശൻ്റെ നിർദ്ദേശപ്രകാരമാണ് അതങ്ങനെ എടുക്കണ്ടെന്ന് പറഞ്ഞത്, ആ ദിവസം കൊട്ടേഷൻ വയ്ക്കുന്ന സമയത്ത് ആ കമ്പനിക്കാരുടെ മുമ്പിൽ മാത്രം അത് പ്രസൻറ്റ് ചെയ്താൽ മതി എന്ന് മുത്തശ്ശൻ പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ ഉടനെ വീണ്ടും അവന്തിക ചോദിക്കുമോ, ഓ അങ്ങനെ, അപ്പോൾ എനിക്ക് ആ സമയത്തെ കാണാൻ പറ്റുള്ളായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുക, അത് മതി, ആ സമയത്ത് കണ്ടാൽ മതി അവന്തികയും, കാരണം ഇപ്പോൾ അത് പുറത്ത് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, നമ്മളിപ്പം ഇത് പുറത്തെടുത്ത് അതൊന്ന് ലീക്കായാൽ മതി, മുത്തശ്ശൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്തിട്ട് പിന്നെ അത് മാറ്റി ചെയ്യുമ്പം മുത്തശ്ശൻ എന്തായാലും ദേഷ്യം വരും, അതുകൊണ്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് പറയുമ്പോൾ അവന്തികയും പറയണം, ശരി എന്നാൽ അങ്ങനെ മതി, ഇനിയിപ്പം അന്നത്തെ ദിവസം ഞാനത് കണ്ടോളാം എന്ന് പറയണം. അങ്ങനെ
കൊട്ടേഷൻ്റെ ദിവസമാവുകയാണ്. അപ്പം അവന്തിക അച്ഛനെ നാഗേന്ദ്രയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഇവിടെ ആ നയന എല്ലാം നന്നായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് കാണാനോ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അങ്ങോട്ട് അയച്ചു തരാനോ ഒന്നും എനിക്ക് സാധിച്ചില്ല. അവർ റൂമിലിരുന്ന് ഇതെല്ലാം ചെയ്തിട്ട് ലോക്കറിൽ വെച്ച് പൂട്ടിയിരിക്കുക. ആ കിളവനുണ്ടല്ലോ, അയാൾ പറഞ്ഞിരിക്കുന്നത് ഇതാരെയും കാണിക്കേണ്ടെന്നും കൊട്ടേഷൻ ദിവസം മാത്രം പുറത്തെടുത്താൽ മതിയെന്നാ. ഞാനൊന്ന് ചെകഞ്ഞ് നോക്കിയതാ, പക്ഷെ രക്ഷയില്ല, അവരത് കാണിക്കുന്നേ ഇല്ല എന്ന് പറയാം. അപ്പോൾ നാഗേന്ദ്ര പറയാം, ആ സാരില്ല, കൊട്ടേഷൻ വയ്ക്കട്ടെ, ഏതായാലും നമുക്കിത് കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം നയന ഒരു നല്ല ഡിസൈനറാണ്. അപ്പോൾ നയനയുടെ ഡിസൈൻസ് തന്നെ അവർക്ക് അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ. എന്തായാലും നമ്മളിത് മത്സരിക്കും, എങ്ങനെയെങ്കിലും മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടി നമ്മൾ നോക്കുകയും ചെയ്യും. പിന്നെ കുറച്ച് റേറ്റ് കുറച്ച് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ തന്ത്രം. അതിനായിട്ട് ഞാൻ ശ്രമിക്കും, അവരെ സ്വാധീനിക്കാനും ശ്രമിക്കും. പക്ഷേ അതൊരു ക്ഷേത്രത്തിൻ്റെ ആൾക്കാരായതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല. അവരാഗ്രഹിച്ചതുപോലെ തന്നെയുള്ള ഒരു ഡിസൈൻ ക്വാളിറ്റിയോട് കൂടി അവർക്ക് കിട്ടണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ മൂർത്തീസ് ജ്വല്ലറിയെ ആശ്രയിക്കാൻ തന്നെ സാധ്യതയുള്ളൂ എന്ന് പറയാം. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, നമുക്ക് നോക്കാം അച്ഛാ, ഇതെങ്ങനെയെങ്കിലും തകർക്കാനായിട്ട് നോക്കാം, നമുക്ക് കിട്ടുന്ന ഒരു നല്ല ചാൻസാണ് ഇത് എന്ന് അവന്തികയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. ആ ദിവസം വരികയാണ്. അങ്ങനെ കൊട്ടേഷൻ അന്ന് ഈ ഡിസൈൻസ് പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ കമ്പനിക്കാരെ വന്നിട്ട് ഈ ഡിസൈൻസൊക്കെ കാണുവാണ്, ആ ക്ഷേത്രത്തിൻ്റെ ആളുകളെല്ലാം വന്നിട്ട്. അങ്ങനെ ഈ ഡിസൈൻസൊക്കെ കണ്ട് നയനയുടെ ഡിസൈൻസൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ പറയുന്നുണ്ട്, വളരെ ഭംഗിയായിട്ടുണ്ട്, ഇതൊരു ഗോൾഡ് കൊണ്ട് ഇത് നിർമ്മിച്ചെടുത്ത് കഴിയുമ്പം എത്രമാത്രം ഭംഗിയായിരിക്കും ദേവി ഇത് അണിയുമ്പം. ഇത് ദേവിയുടെ മനസ്സറിഞ്ഞും ആളുകളുടെ മനസ്സറിഞ്ഞും ഒക്കെ ചെയ്തതുപോലെ ഉണ്ട്. എന്തായാലും ദൈവാധീനമുള്ള ഒരാളാണ് ഇതിൻ്റെ ഡിസൈനർന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇത് മറ്റാരുമല്ല ഡിസൈൻ ചെയ്തത്, എൻ്റെ ഭാര്യയാണ്, നയനയാണ് ഡിസൈൻ ചെയ്തതെന്ന് പറയാനേ. അപ്പോൾ പറയുന്നുണ്ട്, ആ നയന മേഡത്തിനെയും കൂടി ഞങ്ങൾക്കൊന്ന് കണ്ടാൽ കൊള്ളായിരുന്നു, ഇത്രയും നല്ല ഡിസൈനുകളൊക്കെ വരച്ച ആ മേഡത്തിനെ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അതിനെന്താ, തീർച്ചയായും കാണാമല്ലോ എന്ന് പറയാം. അപ്പം നയന ഓഫീസിലുണ്ട്. നയനയെ വിളിച്ച് എല്ലാവരുടെയും മുമ്പിൽ നിർത്തി കാണിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും നയനയെ അഭിനന്ദിക്കുകയാണ് കേട്ടോ. എന്ത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും മനോഹരമായ ഡിസൈൻ ചെയ്യുന്ന ഒരു ഡിസൈനർ മൂർത്തീസ് ജ്വല്ലറിയിൽ ഉണ്ടെങ്കിൽ പിന്നെ മൂർത്തീസ് ജ്വല്ലറിക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഇത് തന്നെയാണ് കൊട്ടേഷനിൽ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയണം. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, മറ്റ് ജ്വല്ലറികളൊക്കെ തന്നിട്ടില്ലേ, ഏൻ ജ്വല്ലറിയുടെയൊക്കെ ഡിസൈൻ കണ്ടില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, എല്ലാം ഞങ്ങൾ കണ്ടു, ഏൻ ജ്വല്ലറിയുടെ ഒന്നും ഡിസൈൻ കാശിന് കൊള്ളില്ല, വെറുതെ എന്തൊക്കെയോ മെഷീൻ വർക്ക് പോലെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊന്നും ഒരു ക്ഷേത്രത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ദേവിക്കിടാൻ പറ്റുന്ന ആഭരണത്തിൻ്റെ ഒരു മേന്മയുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ഡിസൈൻ തന്നെയാണ്, ഈ മൂർത്തീസ് ജ്വല്ലറിയെ തന്നെയാണ് ആശ്രയിക്കാൻ പോകുന്നത്. അവരുടെയൊക്കെ കൊട്ടേഷൻ ഞങ്ങൾ തള്ളിയിരിക്കുകയാണ്. പറഞ്ഞതിലും കൂടുതൽ എമൗണ്ടിന് ഇത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അല്ല അങ്ങനെ എമൗണ്ട് ഒന്നും ഞങ്ങൾ കൂട്ടിയൊന്നും ചെയ്യുന്നില്ല, പഴയ എമൗണ്ട് തന്നെ മതി എന്ന് പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ശരി, ഞങ്ങൾ എന്തായാലും ആ എമൗണ്ടിന് സമ്മതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ആഭരണങ്ങൾ സ്വർണ്ണ ആഭരണങ്ങളാക്കി ഒരു മാസത്തെ സമയമുണ്ട്. ആ ഒരു മാസത്തെ സമയത്തിനുള്ളിൽ ഇത് ആഭരണങ്ങളാക്കി ഞങ്ങൾക്ക് കിട്ടണം. കാരണം അവിടെ ഉത്സവവും ഈ ആഭരണങ്ങൾ സമർപ്പിക്കുന്ന ദിവസവും ഒക്കെ ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. ആ ദിവസം തന്നെ ഇത് സമർപ്പിക്കുകയും ചെയ്യണം. അതിന് മാറ്റമൊന്നും ഉണ്ടാവരുത്. കാരണം ഉത്സവത്തിൻ്റെയാണ്, ദേവിയുടെ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒറ്റ ദിവസത്തെ ലാഗ് പോലും വരരുതെന്ന് അവർ പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വരില്ല, ഒരു മാസം സമയമില്ലേ, അതുകൊണ്ട് ഞങ്ങൾ പണിക്കാരെ കൊണ്ട് അത് നല്ല രീതിയിൽ പണിയിപ്പിച്ച് തരാമെന്ന് പറയാം. അപ്പോൾ അവരും പറയുന്നുണ്ട്, വളരെ നല്ല രീതിയിലായിരിക്കണം, സമയത്ത് കിട്ടുകയും ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാം ഓക്കെ ആക്കി എഗ്രിമെൻറ്റിലൊക്കെ ഒപ്പിട്ടിട്ട് പോവാണ്. അപ്പോൾ ഇതൊക്കെ അവന്തിക അറിയുന്നുണ്ട്. അവന്തിക അപ്പം തന്നെ അച്ഛനെ വിളിച്ച് പറയാം, അച്ഛാ, ആ കൊട്ടേഷൻ മൂർത്തീസ് ജ്വല്ലറിക്ക് തന്നെ കിട്ടി, നയനയുടെ ഡിസൈൻസ് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ നയനയെ വിളിച്ച് ഒരുപാട് അഭിനന്ദിക്കുകയും ചെയ്തു. ഒരു മാസത്തിനുള്ളിൽ അത് പണിത് അതവിടെ സമർപ്പിക്കണം, അതാണ് എഗ്രിമെൻ്റ് എന്ന് പറയാണ്. അപ്പം ഉടനെ നാഗേന്ദ്ര പറയുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിലും എനിക്കറിയായിരുന്നു അത് നമുക്ക് കിട്ടിയില്ലെന്ന്, നമുക്ക് അത്ര നല്ല ഡിസൈനർമാരൊന്നും ഇല്ല, പിന്നെ എൻ്റെ തന്ത്രം കൊണ്ടൊക്കെയാണ് നമ്മുടെ ജ്വല്ലറി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ നയനെ പോലെ ഒരു നല്ല ഡിസൈനർ അവിടെ ഉള്ളപ്പം തീർച്ചയായിട്ടും അത് മൂർത്തീസ് ജ്വല്ലറിക്ക് കിട്ടുകയുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. മാത്രമല്ല പാരമ്പര്യമുള്ള ജ്വല്ലറിയല്ലേ മൂർത്തീസ് ജ്വല്ലറി, ക്ഷേത്രത്തിൻ്റെ ആളുകൾ അവർക്ക് തന്നെ കൊടുക്കാൻ സാധ്യതയുള്ളൂ എന്ന് എനിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല. പക്ഷേ മോളെ, ഇത് നമുക്ക് തകർക്കണം എന്ന് പറയാണ്. ഒരു മാസം സമയമല്ലേ അവർ കൊടുത്തിരിക്കുന്നത്, ആ ഒരു മാസത്തിനുള്ളിൽ ഇത് പണിത് സമർപ്പിക്കാൻ ഒരിക്കലും മൂർത്തീസ് ജ്വല്ലറിക്ക് പറ്റരുത്. പറയുന്ന ഡേറ്റിൽ ഈ സ്വർണ്ണാഭരണങ്ങൾ അവിടെ എത്തരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമേയുള്ളൂ മൂർത്തീസ് ജ്വല്ലറിയുടെ വിശ്വാസ്യത തകരുകയും മൂർത്തീസ് ജ്വല്ലറിക്കെതിരെ കേസ് ഉണ്ടാകുകയും എല്ലാവരും വെറുക്കപ്പെടുകയും ഒക്കെ ചെയ്യുള്ളൂ. നല്ലൊരു 8ൻ്റെ പണിയാണ് നമുക്ക് കൊടുക്കാനുള്ള അവസരം കിട്ടുന്നത്. അതിന് മോള് കൂടി സഹായിക്കണമെന്ന് പറയാം.
അപ്പോൾ ഉടനെ അവന്തിക പറയാ, അതിനെന്താ ഞാനിവിടെ ഇല്ലേ, ഞാൻ എല്ലാവരുടെയും പ്രീതിക്ക് പാത്രമാണ്, ഞാൻ കൂടെ നിന്ന് ചതിക്കുക തന്നെ ചെയ്തോളാം, എന്താണെന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്യാം, നമുക്ക് ജ്വല്ലറിയെ തകർക്കണം എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ആഭരണങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ചെയ്യിക്കുകയാണ്. ഒരു മാസം സമയം കൊടുത്തിട്ടുണ്ടെങ്കിലും ആ സമയം വളരെ കുറവാണെന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. അങ്ങനെ നയന എല്ലാത്തിനും മുമ്പിൽ നിന്നാണ് കേട്ടോ ചെയ്യുന്നത്. സ്വർണ്ണപ്പണിക്കാരെ കൊണ്ട് ഓരോ കാര്യങ്ങളും കയ്യിൽ കൊത്തുപണികൾ കൊണ്ട് ചെയ്യുകയാണ്. കാരണം അമ്പലത്തിലെ കാര്യങ്ങളായതുകൊണ്ട് തന്നെ ദേവിയുടെ കിരീടവും ആഭരണങ്ങളും ആയതുകൊണ്ട് തന്നെ എല്ലാം നയന കാര്യമായിട്ട് ചെയ്യുകയാണ്. ആ സമയത്ത് ടെൻഷൻ അടിച്ച് നടന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നൈനി നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കണ്ട, ഇങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ പോലും ഇത്രയധികം ടെൻഷൻ നീ അടിക്കണ്ടെന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, ആദർശേട്ടാ ഒരു വലിയ ഉത്തരവാദിത്തമല്ലേ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്, കറക്റ്റ് സമയത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു കൊടുക്കണം, അതുകൊണ്ട് നമുക്ക് ദൈവാധീനം ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ കുഞ്ഞിന് കൂടി അതുകൊണ്ട് അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ, അല്ലാതെ അതിനെന്തെങ്കിലും മാറ്റം വന്നാൽ നാട്ടുകാരുടെ വിശ്വാസത്തിൻ്റെ കൂടെ പ്രശ്നമല്ലേ, അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മോശമാവുകയല്ലേ, നമ്മുടെ ജ്വല്ലറിക്ക് പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ആദർശവും നയനയും അതിനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുക. അങ്ങനെ ഊണും ഉറക്കവും ഇല്ലാതെ ഈ ഒരു ഇത് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പുറകെ തന്നെ നടക്കുകയാണ്. അങ്ങനെ രാത്രിയിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാലും നയനയ്ക്ക് ഇതൊക്കെ ചിന്ത, പുതിയ ഡിസൈനുകൾ വരയ്ക്കുക, അങ്ങനെ മാറ്റി പറയുക, ജോലിക്കാർക്ക് വിളിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുക. അങ്ങനെ നയന ടെൻഷൻ അടിക്കുന്ന കണ്ടിട്ട് മുത്തശ്ശിയും അതുപോലെ ദേവയാനിയൊക്കെ നയനെ ഉപദേശിക്കുന്നുണ്ട്. നയനമോളെ നീ ഈ ഭാരമെല്ലാം എടുത്ത് തലയിൽ വെക്കണ്ട, ഈ സമയം നീ ഒരു ഗർഭിണിയാണ്, നിനക്ക് ഒരുപാട് ക്ഷീണമുണ്ട്, അതിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ഇത്രയും ടെൻഷൻ അടിച്ച് ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയാണ്, അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, ഇത് നമ്മുടെ ജ്വല്ലറിക്കും നല്ലതാണ്, അതുപോലെ ക്ഷേത്രത്തിൽ ദേവിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്, അതിന് എല്ലാം സമർപ്പിച്ച് ചെയ്യാനായിട്ട് ഞാൻ നിൽക്കുക. അമ്മയ്ക്ക് അറിയില്ലേ, എൻ്റെ അച്ഛൻ ഒരു വിഗ്രഹ നിർമ്മാണം നടത്തുന്ന ആളല്ലേ, ഭഗവാന്മാരുടെയൊക്കെ വിഗ്രഹം നിർമ്മിക്കുന്ന എൻ്റെ അച്ഛൻ എത്ര ആത്മാർത്ഥതയോടെയാണ് കളിമണ്ണിൽ അതൊക്കെ ചെയ്യുന്നതെന്നറിയോ, ഇതിപ്പം കളിമണ്ണിലല്ല സ്വർണ്ണത്തിലാണെന്നേ ഉള്ളൂ, പക്ഷേ അതിലൊക്കെ ഒരു ആത്മാർത്ഥത വേണമെന്ന് പറയണം. അങ്ങനെ എല്ലാ പണികളും കംപ്ലീറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ സമർപ്പിക്കേണ്ട ദിവസം പിറ്റേ ദിവസമാണ്. അതിൻ്റെ തലേ ദിവസം എല്ലാ പണിയും തീർത്തിട്ട് ക്യാബിനിലേക്ക് കൊണ്ടുവരികയാണ്. നയനയും ആദർശവും അവിടെയുണ്ട്. ആ ക്യാബിനിലേക്ക് പണിക്കാർ മെയിനായിട്ടുള്ള മാനേജർ ഇതെല്ലാം കൊണ്ടുവയ്ക്കുക. നയനയ്ക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം ലോക്കറിൽ വെച്ച് അടയ്ക്കാൻ. കാരണം പിറ്റേ ദിവസം ഇതെല്ലാം അവർക്ക് കൈമാറേണ്ടതാണ്. അങ്ങനെയുള്ള സമയത്ത് എല്ലാ ആഭരണങ്ങളും കൊണ്ടുവയ്ക്കുകയും അതെല്ലാം നയന ഓരോന്നായിട്ട് എടുത്ത് ചെക്ക് ചെയ്തിട്ട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അത് കറക്റ്റാക്കി ഇതെല്ലാം ഓക്കെ ആക്കുകയാണ്. അങ്ങനെ ആദർശൻ നയനയുടെയും ക്യാബിനിൽ ഇരിക്കുക. ആ സമയത്ത് അവന്തിക അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്നിട്ട് അവന്തിക ചോദിക്കുക, ഇതാണല്ലേ ആഭരണങ്ങൾ, ഇപ്പോഴെങ്കിലും ഈ ഡിസൈൻ കാണാനും ആഭരണങ്ങൾ കാണാൻ പറ്റിയതും ഒക്കെ എൻ്റെ ഭാഗ്യമാണ്, എന്ത് രസമാണെന്ന് നോക്കിക്കേ, നയനേച്ചിയുടെ ഡിസൈൻ ഇത്രയും മനോഹരമാണെന്ന് ഞാൻ വിചാരിച്ചില്ല, ഏതായാലും നാളെ ആ ക്ഷേത്രത്തിലെ ആളുകൾ അത്ഭുതപ്പെട്ടു പോകും ഇത് കണ്ടിട്ട് എന്ന് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരിയാ, അത് അവർക്ക് ഇഷ്ടപ്പെടും തീർച്ച എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട് എല്ലാം ദേവിയുടെ അനുഗ്രഹമാണെന്ന്. അങ്ങനെ ഈ ആഭരണങ്ങൾ അവർ ലോക്കറിൽ വെക്കുകയാണ്. ആ ഒരു ക്യാബിനിൽ തന്നെ ഒരു ലോക്കറുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇതെല്ലാം എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് പൂട്ടി താക്കോൽ എടുക്കുകയാണ്. ആ സമയത്ത് ഉടനെ തന്നെ അവന്തിക ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താക്കോൽ മറ്റൊരലമാരിയിൽ വെച്ച് പൂട്ടുന്നതും അവന്തിക കാണുന്നുണ്ട്. അങ്ങനെ അവന്തികയാണെങ്കിൽ ഉടനെ തന്നെ മനസ്സിൽ വിചാരിക്കുക, നാളെ ഇത് സമർപ്പിക്കാൻ ഇതിവിടെ കണ്ടെങ്കിലല്ലേ ഉള്ളൂ, ഞാൻ കാണിച്ചു തരാം എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ ആദർശം നയനി ഇതിനൊക്കെ ശേഷം ഒരുപാട് രാത്രിയായി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അവരുടെ ക്യാബിനിൽ ഇതെല്ലാം വെച്ച് ലോക്കറിൽ വെച്ച് പൂട്ടിയിട്ട്. അങ്ങനെ സെക്യൂരിറ്റിയോട് പ്രത്യേകം പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ, ഞങ്ങളെ അലമാരയുടെ ഒന്നും കീ ആർക്കും കൊടുക്കരുത്, ആ റൂമിൻ്റെ കീ കൊടുക്കരുതെന്ന്. അങ്ങനെ ഇതെല്ലാം അവന്തിക ശ്രദ്ധിച്ച് നിന്നിട്ട് നാഗേന്ദ്രയെ വിളിക്കുക. നാഗേന്ദ്രയോട് പറയുന്നുണ്ട്, അച്ഛാ അവരിപ്പോൾ ഇവിടുന്ന് പോയി, അവരുടെ ക്യാബിനിൽ വെച്ചിട്ട് ആ ആഭരണങ്ങൾ പൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത്, ആ കിരീടമൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണെന്ന് പറയാം. അപ്പോൾ നാഗേന്ദ്രൻ പറയാം, നീ ഒന്നും ചിന്തിക്കേണ്ട, ആ സെക്യൂരിറ്റിയോട് കീ വാങ്ങി ക്യാബിൻ തുറക്കണം, ക്യാബിൻ തുറന്നതിന് ശേഷം ലോക്കർ തുറക്കണം, അതിൻ്റെ കീ എവിടെയായിരിക്കുന്നതെന്ന് നിനക്കറിയില്ലെന്ന് ചോദിക്കുക. അറിയാം, ഞാനത് കണ്ടുപിടിച്ചെന്ന് പറയണം. അപ്പം പറയുന്നുണ്ട്, ഉടനെ തന്നെ ചെയ്തു, ഞാൻ എൻ്റെ ആളുകളെ വിടാം, നമുക്കത് അവിടുന്ന് മാറ്റണം, അടുത്ത ദിവസം ഇവർക്ക് സമർപ്പിക്കാനേ പറ്റരുതെന്ന് പറയാണ്. അങ്ങനെ സെക്യൂരിറ്റിയുടെ അടുത്ത് ചെന്ന് അവന്തിക പറയുമ്പം ആ സെക്യൂരിറ്റി പറയുന്നുണ്ട്, അയ്യോ മേഡം അതൊന്നും കീ തരാൻ പറ്റില്ല, അത് തന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ പോകുമെന്ന് പറയാണ്. അപ്പോൾ ഉടനെ പറയുന്നുണ്ട്, താനിവിടെ ഒരു 2 വർഷം ജോലി ചെയ്യുന്ന പണം ഒന്നിച്ച് ഞാൻ തരാം, അങ്ങനെയാണെങ്കിൽ തനിക്ക് ലാഭമല്ലേ, ആ കീ ഒന്ന് താടോ, താൻ തന്നതാണെന്നോ ഞാൻ തുറന്നതാണെന്നോ അറിയില്ല, എനിക്കതൊന്ന് കാണാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഒന്നിനും അല്ലെന്ന് പറയുക.
അവസാനം അവന്തിക ആയതുകൊണ്ട് മാത്രം ആ സെക്യൂരിറ്റി ആ കീ കൊടുക്കുക. അവന്തിക നേരെ പോയി ക്യാബിൻ തുറന്ന് ഉടനെ ആ ഇതെടുത്തിട്ട് ആഭരണങ്ങളെടുത്ത് ഒരു ചാക്കിലിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് നാഗേന്ദ്രയുടെ കയ്യിലേക്ക്. നാഗേന്ദ്ര ഈ ആഭരണങ്ങളുമായിട്ട് അവിടുന്ന് മുങ്ങുവാണ് കേട്ടോ. നാഗേന്ദ്ര മുങ്ങുന്ന സമയത്ത് ലോക്കറിൽ ആഭരണങ്ങളില്ല. അപ്പോൾ പിറ്റേ ദിവസം ഇത് സമർപ്പിക്കേണ്ടതാണല്ലോ. നാഗേന്ദ്ര നേരെ ജ്വല്ലറി കൊണ്ടുവന്ന് അത് ബാത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവന്തിക അത്രയും മണി ഒപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ പോവുകയാണ്. CCTVയിൽ ഒന്നും വരാത്ത രീതിയിൽ തന്നെയാണ് അവന്തിക എല്ലാ ഓപ്പറേഷനും ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിറ്റേ ദിവസം ഇനിയിപ്പം ആദർശം നയനിയും വന്നിട്ട് ലോക്കർ തുറക്കുമ്പോഴാണ് അവിടെ ആഭരണം കാണാത്തത്. ആ ക്ഷേത്രത്തിലെ ആളുകൾക്ക് അന്നത്തെ ദിവസം കൈമാറേണ്ട ആഭരണം അവിടെ നിന്ന് നഷ്ടപ്പെടുകയാണ്. പക്ഷേ ഇത് നയന തന്നെ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. ഈ ആഭരണങ്ങൾ അവിടുന്ന് സെക്യൂരിറ്റി വഴി പുറത്തു പോയിട്ടുണ്ടെന്നുള്ള കാര്യവും ജ്വല്ലറിയുടെ ലോക്കറിലുണ്ടെന്നുള്ള കാര്യവും അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിലൂടെ പറയാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്